വൈത്ത് KMCC കൊയിലാണ്ടി മണ്ഡലം സിജി കോഴിക്കോടുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന എഡ്യൂകെയർ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമാവാൻ താൽപര്യം കാണിച്ച മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും സിജിയുടെയും KMCC കൊയിലാണ്ടി മണ്ഡലത്തിന്റെയും പേരിൽ കൃത്യമായ സ്വാഗതം. എന്താണ് സിജി? 1996 കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഒരു NGO ആണ് സിജി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭരാണ്, സാമൂഹിക പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പിന്തുണച്ച് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ്. സിജിക്ക് നിരവധി പ്രവർത്തന പദ്ധതികളുണ്ട്. അതിലൊന്നാണ് സിജി സ്കോളർഷിപ്പ് ഡിവിഷൻ. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന എന്നാൽ അക്കാദമിക മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പിന്തുണാ സംവിധാനം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ സിജി ഉദ്ദേശിക്കുന്നത്. സ്കോളർഷിപ്പുകൾ വായ്പാ രൂപത്തിൽ സിജി നൽകുന്നു. സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാം, മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള യാസ്മിൻ മുസ്തഫ മെമ്മോറിയൽ ഫെലോഷിപ്പ് തുടങ്ങിയ നിരവധി സ്കോളർഷിപ്പുകളാണ് സിജി സ്കോളർഷിപ്പ് ഡിവിഷൻ അനുവദിക്കുന്നത്. ഇപ്പോൾ KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലവുമായി സഹകരിച്ച് എഡ്യൂകെയർ ഫെലോഷിപ്പ് പ്രോഗ്രാമിന് സിജി തുടക്കം കുറിക്കുകയാണ്. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമുണ്ടാക്കുക എന്നത് തന്നെയാണ് KMCC ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം. സർക്കാർ ജോലികളിലേക്ക് നമ്മുടെ യുവതലമുറയെ എത്തിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ജോലികളായ SSC CGL പരീക്ഷയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ, പ്രത്യേകിച്ചും മറ്റു പ്രദേശങ്ങളിലെ മറ്റു ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെയും എത്തിക്കുന്നതിനുള്ള ഒരു പരിശീലന സംവിധാനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഈ എഡ്യൂകെയർ പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, വിദ്യാർത്ഥികൾക്കിടയിൽ മത്സര പരീക്ഷകളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക. മറ്റൊന്ന്, SSC CGL പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായും മെന്ററിംഗ് പിന്തുണയും നൽകുക. മൂന്നാമത്, സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ സേവന സന്നദ്ധതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കുക. KMCC എഡ്യൂകെയർ ഫെലോഷിപ്പ് പ്രോഗ്രാമിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഘട്ടം 1, ശില്പശാലകൾ നടത്തി. അത് ഫോക്കസ് ചെയ്ത് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലാണ്. ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, തിക്കോടി, കൊയിലാണ്ടി, പയ്യോളി തുടങ്ങിയ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് അവയർനെസ് ക്ലാസുകൾ നൽകുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗൂഗിൾ ലിങ്ക് തയ്യാറാക്കി ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് കേരളത്തിലുടനീളമുള്ള SSC CGL പോലെയുള്ള PSC പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയുണ്ടായി. ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്താൻ പോകുന്ന അടുത്ത പ്രക്രിയ തിരഞ്ഞെടുപ്പ് ആണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും അഭിമുഖവും ഉണ്ടായിരിക്കും. പ്രാഥമിക പരീക്ഷ നടക്കാൻ പോകുന്നത് ഡിസംബർ 26 വ്യാഴമാണ്. തുടർന്ന് മെയിൻ പരീക്ഷ ജനുവരി 11 ഞായറാഴ്ച സംഘടിപ്പിക്കുന്നു. മെയിൻ പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 18 ശനിയാഴ്ച നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. ഈ അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഏത് രീതിയിലാണ് ഫെലോഷിപ്പ് നൽകുന്നത്? അവർക്ക് പ്രതിവാര റിവിഷൻ ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഈ ടെസ്റ്റുകൾക്കൊക്കെ ഗ്രേഡ് നൽകും. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠന രീതികൾ ഉണ്ടാവും. ആവശ്യമായ ഫീഡ്ബാക്കുകൾ വിദ്യാർത്ഥികൾക്ക് നൽകും. മറ്റൊന്ന്, മാസാവസാനം നടത്തുന്ന മൂല്യനിർണ്ണയമാണ്. അവിടെ കട്ട് ഓഫ് സ്കോർ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ദ്വിദിന ക്യാമ്പുകൾ ആയിട്ട് പരിപാടികൾ സംഘടിപ്പിക്കും ഓരോ മാസവും. മൂന്നാമത്തെ ഇത് ഓൺലൈൻ സെഷനുകളാണ്.
പ്രതിവാര ലൈവ് സെഷനുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ആവശ്യമായ പ്രചോദനാത്മക മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇങ്ങനെയുള്ള ഓൺലൈൻ സെഷനുകളൊക്കെ ഈ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഈ ഫെലോഷിപ്പ് നേടുന്നവർക്ക് ലഭ്യമാകുന്ന മറ്റു സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന് സാമ്പത്തിക ഗ്രാന്റ് ആണ്. ഒരു വർഷം പരമാവധി 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഗ്രാന്റ് ആണ് അനുവദിക്കുന്നത്. അതിൽ അവർക്ക് ട്യൂഷൻ ആവശ്യമായ ഫീസുകൾ ലഭ്യമാകുന്നതാണ്. താമസിച്ച് പഠിക്കാനുള്ള ചെലവുകൾ ലഭ്യമാകുന്നതാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും പരിഗണിച്ചുകൊണ്ടാണ് ഇവയൊക്കെ നൽകുക. മറ്റൊന്ന് മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. ഈ സ്കോളർഷിപ്പിന് തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലയിലെ പ്രഗത്ഭരായ ആളുകളുമായി പ്രൊഫഷണലുമായി സംവദിക്കാനും അവരുടെ മാർഗനിർദ്ദേശത്തോടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കുന്നതാണ്. ഇതിലേക്ക് നടത്തുന്ന പരീക്ഷകൾ പ്രിലിമിനറി എക്സാമും മെയിൻ പരീക്ഷയിലും എന്തെല്ലാമാണ് സിലബസ് എന്നൊന്ന് നോക്കാം. ഒന്ന് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയാണ്. അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ടാമത് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. 3 ജനറൽ അവയർനെസ് പരിശോധിക്കപ്പെടുന്നതാണ്. 4 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ പരിശോധിക്കപ്പെടുന്നു. ഇങ്ങനെ 4 രീതിയിലുള്ള വിഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്ന പരീക്ഷയാണ് നിങ്ങൾക്ക് പ്രിലിമിനറിയിലും മെയിനിലും നേരിടാനുണ്ടാവുക. എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. 200 മാർക്കാണ് മെയിൻ പരീക്ഷയ്ക്കും പ്രിലിമിനറി പരീക്ഷയ്ക്കും ഉണ്ടാവുക. ടോട്ടൽ 400. മെയിൻ പരീക്ഷ 200 മാർക്ക് 100 ചോദ്യങ്ങൾക്കാണ് നൽകുന്നത്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. നെഗറ്റീവ് ഉണ്ടായിരിക്കും. 0.25 എന്ന് പറയാൻ 1/4 മാർക്ക് നെഗറ്റീവ് ലഭ്യമാവും. ഒന്നാമത്തെ പരീക്ഷ 200 മാർക്കും രണ്ടാമത്തെ പരീക്ഷ 200 മാർക്കുമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു മത്സര പരീക്ഷയിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ വാർത്തെടുക്കാൻ ഈ ഒരു പ്രക്രിയയിലൂടെ KMCC ക്കും സിജിക്കും കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഏവർക്കും നന്ദി, നമസ്കാരം.